വിശുദ്ധ ഖുർആനിലെ ഒന്നാമത് ഇറങ്ങിയ ആയത്ത് പോലും നമ്മളെ പഠിപ്പിക്കുന്നത് വായിക്കുക എന്നാണ്. നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്. വായിക്കാതെ പഠിക്കാതെ നമുക്കൊരു മതത്തിന്റെ ആളായി മാറാൻ കഴിയില്ല. ആദ്യമായി ഹിറാ ഗുഹയിൽ വന്നിറങ്ങിയ ആയത്തുകളിൽ ആദ്യത്തെ 5 ആയത്തുകളിൽ 3 തവണ ആവർത്തിച്ചു പറഞ്ഞ വാക്കേതാണ്? ഇഖ്റ, വായിക്കുക എന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. 2 ഇടങ്ങളിലായി വായിക്കുക വായിക്കുക എന്ന് പറഞ്ഞതിന്റെ സൂചന തന്നെ മനസ്സിലാക്കാൻ കഴിയും. അറിയാനും വായിക്കാനും ശ്രമിക്കുക എന്നതാണ് പ്രധാനം. അതിനുവേണ്ടി പടച്ച റബ്ബ് നമ്മളോട് പറയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ, 2 കണ്ണ് തന്നില്ലേ, കാണാനുള്ളത് തന്നില്ലേ, വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും നിങ്ങൾക്ക് സംസാരിക്കാൻ അവൻ നൽകിയില്ലേ. എത്ര വ്യക്തമാണ് പടച്ച റബ്ബിന്റെ ചോദ്യം. ആ റബ്ബ് നമുക്ക് നൽകിയതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, കാതുള്ളവരോട്, കണ്ണുള്ളവരോട്, ഹൃദയമുള്ളവരോടെല്ലാം അത് ലഭിച്ചതിന്റെ പേരിൽ ആ അനുഗ്രഹങ്ങളൊക്കെ എന്താ ചെയ്തത് എന്ന് ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ടോ, ശ്വസിക്കാൻ കഴിയുന്നുണ്ടോ, ഇരിക്കാൻ കഴിയുന്നുണ്ടോ? ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പരലോകം വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അനുഗ്രഹം ഇസ്ലാമാകുന്ന യഥാർത്ഥ മതത്തിന്റെ വക്താക്കളാകാൻ നമുക്ക് കഴിയലാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹിന്റെ അടുത്ത് മതം ഇസ്ലാമാണ്. ഇസ്ലാമല്ലാത്ത ഒരു മതം സ്വീകരിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് പരലോകത്തത് സ്വീകരിക്കപ്പെടൂല. ആ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 2 അടിസ്ഥാന പ്രമാണങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇസ്ലാമിനെ സ്വീകരിക്കേണ്ടത്. തനിക്കിഷ്ടപ്പെട്ടതുപോലെ താൻ സ്വീകരിച്ചതുപോലെ തനിക്ക് തോന്നിയതുപോലെയായി മാറാൻ പറ്റൂല. എന്റെ മുമ്പുണ്ടായിരുന്നവരൊക്കെ എന്താണോ ചെയ്തത് അതെന്നെ ചെയ്താൽ മതി, അതൊക്കെ ഇസ്ലാമാണെന്ന് ധരിക്കാൻ പറ്റൂല. നാട്ടിലെ ഭൂരിപക്ഷം ആളുകളൊക്കെ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഇസ്ലാമാണെന്ന് ധരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനോട് പറയാണ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഇമ്മായതിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വരുന്നതാണ്. അല്ലാഹു തആല വഹീന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യർക്കും എങ്ങനെ ജീവിക്കണം, എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് സന്മാർഗം പഠിപ്പിച്ചു തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ സന്മാർഗമാകുന്ന വഹയ സ്വീകരിച്ചാ പേടിക്കേണ്ടി വരൂല, വിഷമിക്കേണ്ടി വരൂല, സങ്കടപ്പെടേണ്ടി വരൂല. അള്ളാഹുവിന്റെ കലാം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണത്. അതുകൊണ്ടാണ് അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് സന്മാർഗാണ്. ഈ ഗ്രന്ഥം മുറുകെ പിടിച്ചു ജീവിച്ചോളൂ. ഇത് ഹുദയാണ്, നേർവഴി കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ്. നാട്ടിൽ നിന്ന് മേടിക്കുന്ന ഒരു ടെലിവിഷൻ, അത് മേടിച്ച് കടയിൽ നിന്ന് പോരുന്ന സമയത്ത് അവർ ചെറിയൊരു ബുക്കിലിട്ട് തരും. ഇതാ മാനുവലാണ്. എന്താ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുക. മനുഷ്യനെന്ന കോടാനുകോടി ജീവികൾക്കിടയിലെ ഒരു ജീവിയായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചതാണ് ഈ വേദഗ്രന്ഥം. അത് മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിന്റെ ദിവ്യബോധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ സന്ദേശം വന്നത്. അത് വെറുമൊരു വാക്കല്ല, നബി തങ്ങൾ സ്വയം തോന്നി പറഞ്ഞ് വിളിച്ചു പറഞ്ഞതല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. ആ നബി ഇങ്ങനെ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നബിക്ക് വഹ്യ് കിട്ടുക. നബി തങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി എവിടുന്നാണ്? നബിക്ക് വഹ്യ് കിട്ടുന്നതാണ്. നബി തങ്ങൾ പറയുന്ന മതവിധികൾ എവിടുന്നാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കുകളുടെ നേതാവ് വന്നുകൊണ്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്നതാണ്, പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ആ വഹി എന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നമ്മുടെ ഏറ്റവും പ്രധാനമായ ബാധ്യത
പ്രമാണ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കലാണ്. മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ പറയുന്നുണ്ട്, തറക്തു ഫീക്കും അംറൈൻ. അടുത്ത വർഷം ഹജ്ജിന് വരുമ്പോ ഞാൻ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല, നിങ്ങളുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ മരിച്ചാലും തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഇവിടെ വിട്ടേച്ചാണ് പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. അത് സ്വീകരിച്ചോല് പിഴച്ചോരല്ല, അത് മുറുകെ പിടിച്ചവർ പുത്തംവാദിയല്ല, അത് ശരിയാമണ്ണം പാലിച്ചവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളും മുത്തഖീങ്ങളും മുവഹിദീങ്ങളും. അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴക്കൂല, നശിക്കൂല. ഏതാണ് രണ്ട് കാര്യം? കിതാബ് അല്ലാഹുവിന്റെ കിതാബാണ്, ഖുർആൻ പഠിക്കലാണ്. വസുന്നത റസൂലിഹി, നബി തങ്ങളുടെ ചര്യയാണ് രണ്ടാമത്തേത്. ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ ഈ മതത്തിന്റെ ഏറ്റവും രണ്ട് പ്രമാണമാണ് അവൻ മുറുകെ പിടിക്കുന്നത്. ഖുർആൻ പറഞ്ഞു, വാതിഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വാതിഉർ റസൂൽ, റസൂലിനെ അനുസരിക്കണം. അപ്പൊ ഖുർആനും പഠിക്കണം, ഹദീസും പഠിക്കണം. ഈ കാര്യത്തിൽ മറുപടി ഉണ്ടാകണമെങ്കിൽ ഇത് ജീവിതകാലത്ത് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എവിടെയും പാലിക്കേണ്ടതാണ്. ജനന വീട്ടിലും മരണ വീട്ടിലും ഇത് പാലിക്കാനുള്ളതാണ്. കല്യാണ വീട്ടിലും മറ്റേതേത് സന്ദർഭത്തിലും ഇത് പാലിക്കാനുള്ളതാണ്. ഈ ദീന് മനുഷ്യന്റെ ജീവിതത്തെ വിലയിരുത്തപ്പെടുന്നത് ഖബറിനകത്ത് ഇറക്കി വെച്ചാൽ പോലും വമാദീനുക, നിന്റെ ദീനേതാന്നൊരു ചോദ്യമുണ്ട്. ആരാ നിന്റെ റബ്ബ് എന്ന ചോദ്യമുണ്ട്. അല്ലാഹു റബ്ബി വൽ ഇസ്ലാമു ദീനി, ഇത് പറയാൻ കഴിയണമെങ്കിൽ അത് പാലിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ എന്ന ഹുദയാകുന്ന ഈ ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ കൽപ്പന നമ്മുടെ നാട്ടിൽ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഈ നാട്ടിലെ പത്തനാപുരം അങ്ങാടിയിലെ വെസ്റ്റ് പത്തനാപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശബ്ദം കേൾക്കുന്നവരോടാണ് പറയുന്നത്. അള്ളാന്റെ ഖുർആനിലെ 6236 ആയത്തുകൾക്കിടയിലെ ഒന്നാമത്തെ കൽപ്പന നമ്മളിൽ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? എത്ര ഉസ്താദുമാർ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? നമ്മൾ ആരെങ്കിലും അത് ഇരുന്ന് വായിച്ചിട്ടുണ്ടോ? ഒന്നാമത്തേത്. ഇനി അവിടുന്ന് അങ്ങോട്ട് ബായിരം ആക്കിയ 100 കണക്കിന് വേറുണ്ട്. ഒന്നാമത്തത് പഠിച്ചിട്ടുണ്ടോ? എന്താ ഒന്നാമത്തെ കൽപ്പന? ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അടുത്തത് അൽ ബഖറ. അവിടെ ഒന്നും കൽപ്പിച്ചിട്ടില്ല. രണ്ടാമത്തെ പേജ് എത്തുമ്പോ ഒരു കൽപ്പന വരുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, മനുഷ്യരേന്ന് വിളിച്ചിട്ടൊരു കാര്യം ആദ്യമായി ഖുർആൻ കൽപ്പിക്കാൻ പോവുകയാണ്. എന്താ കൽപ്പന? ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെയെല്ലാം സൃഷ്ടിച്ചവൻ ആരാണെങ്കിൽ അവനെ ആരാധിക്കണം. എന്നിട്ട് അവസാനം പറയാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണിത് പറയുന്നത്. ഒന്നാമത്തെ കൽപ്പന. 17 തവണ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമസ്കാരത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നീ റബ്ബുൽ ആലമീനാണ്, മാലിക് യൗമിദ്ദീനാണ്, റഹ്മാനാണ്, റഹീമാണ് എന്നൊക്കെ സമ്മതിച്ചിട്ട് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് പാലിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഇനി ഖുർആനിൽ ഒന്നാമതായി നിരോധനം പഠിപ്പിച്ച ആയത്ത് അൽ ബഖറയിൽ തൊട്ടടുത്ത 22ാമത്തെ ആയത്ത്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. അല്ല കാണുന്ന പോലെ ഇന്നയാള് കാണും, അല്ല രോഗം മാറ്റുന്ന പോലെ ഇന്നയാള് രോഗം മാറ്റും, അല്ല ലോകം നിയന്ത്രിക്കുന്ന പോലെ ഇന്ന മഹാന്മാരൊക്കെ ലോകം നിയന്ത്രിക്കും. ലോകം നിയന്ത്രിക്കുന്നതൊക്കെ ഔലിയാക്കന്മാരും മഹാന്മാരുമാണെന്നൊക്കെ നിങ്ങൾ എങ്ങനെയാ പറയാ? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യരുത്. അറിയാതെ സംഭവിക്കാം, പക്ഷെ അറിവുള്ളായിരിക്കെ മനസ്സിലാക്കിയിട്ട് കേട്ടിട്ട്
പിന്നെയും നിങ്ങൾ ആ അവസ്ഥയിലേക്ക് പോകരുത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെ അല്ലാഹു തആല ഈ ദുനിയാവിൽ പടച്ചിരിക്കുന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നമ്മൾ കച്ചവടത്തിനൊന്നും വന്നല്ലോ ഇവിടെ, നമ്മൾ ഗവൺമെന്റ് ജോലി ഉണ്ടാക്കാൻ വന്നതല്ല. അതൊക്കെ കിട്ടിയത് ഭാഗ്യം. നമ്മളെ ഉദ്ദേശം, നമ്മളെ പടച്ച റബ്ബ് പറയാണ്, വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മതത്തിൽ നിഷ്കളങ്കരായി അല്ലാഹനെ ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. മനുഷ്യവർഗവും ജിന്നുവർഗവും അടങ്ങുന്ന രണ്ട് പ്രധാനപ്പെട്ട സഖലൈൻ, രണ്ട് വിഭാഗമാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. ആ രണ്ട് വിഭാഗത്തെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് രണ്ടുപേരോടുമുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, പറയുന്ന വാക്കിന് പോലും അതുണ്ട്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ, എൻ്റെ ബലികർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം റബ്ബിനായിരിക്കും. പിന്നെ എങ്ങനെയാണത് മാറ്റാൻ കഴിയുക? എല്ലാ ഇബാദത്തുകളും പടച്ച റബ്ബിലേക്ക് കൊടുക്കലാണ് തൗഹീദ് എന്ന് പഠിപ്പിക്കുന്നത്. നിർഭയത്വമാണ് തൗഹീദ്. തൗഹീദാണ് നമുക്ക് നിർഭയത്വം നൽകുന്നതെങ്കിൽ അതെന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. എല്ലാ അമ്പിയാക്കന്മാരും ലോകത്തോട് വന്ന് പറഞ്ഞതും പഠിപ്പിച്ചതുമായ ആ സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതത്തെ അത് ഏത് ലക്ഷ്യത്തിനു വേണ്ടി തന്നതാണോ അത് പൂർത്തീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടവരാണ്. മനുഷ്യൻ ഏത് സമയത്തും ഈ ലോകത്തോട് വിട പറയാം. ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ തളർന്നു വീഴാം, കസേരയിലിരിക്കുന്ന മനുഷ്യർ കുഴഞ്ഞു വീഴാം. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഒരാളുടെ അവസാനത്തെ യാത്രയാകാം. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം നമ്മുടെ വീട്ടിലെ കുഞ്ഞിന്റെ മരണത്തിന്റെ കാരണമാകാം. നമ്മളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ഒന്ന് പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ മരണത്തിന്റെ കാരണക്കാരനാകാം. മനുഷ്യൻ ഒരു നിസ്സാരനായ ജീവിയാണ്. അവന് വീമ്പ് പറയാൻ, അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ല. അവൻ അറിയണം, എനിക്ക് പടച്ചവൻ എന്തിനാണ് ഈ ജീവിതം തന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. നമുക്ക് കേട്ടു പരിചയമുള്ള സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ ആയത്ത്. അവൻ നിങ്ങൾക്ക് മരണം തന്നിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് ജീവിതം തന്നിരിക്കുന്നു. എന്തിനാണ്? നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാന്ന് നോക്കാനാണ്. ഇവിടുത്തെ കോടീശ്വരൻ ആരാന്ന് നോക്കാനല്ല, ഇവിടുത്തെ അധികാര കസേര ആർക്കാന്നറിയാനല്ല. അള്ള പഠിപ്പിച്ച പോലെ സൽക്കർമ്മങ്ങൾ ശരിക്ക് ചിട്ടപ്പെടുത്തി ഏറ്റവും നന്നായി സുഹൃതം ചെയ്യുന്നവരാരാന്ന് നോക്കാനാണ്. ആ സുഹൃതങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ശരിയാകേണ്ടത് ഏതാ? ഇന്നല്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിച്ചവർ, എന്നിട്ട് അതിനനുസരിച്ച് കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് വേണ്ടിയാണ് ജന്നാത്തുൽ ഫിർദൗസ് കാത്തുവച്ചിരിക്കുന്നത്. ഏതൊരു അമലും സ്വീകരിക്കപ്പെടുന്നത് വിശ്വാസം ശരിപ്പെടുമ്പോഴാണ്. നമ്മുടെ നമസ്കാരം പടച്ചോ സ്വീകരിക്കണോ, നമ്മുടെ ഈമാൻ നന്നാവണം. ഇതാ വരാനിരിക്കുകയാണ് ഹജ്ജ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരാൾക്ക് പോകണമെങ്കിൽ. 7-8 ലക്ഷം രൂപ പ്രൈവറ്റ് കൊടുക്കേണ്ടി വരികയാണ്. സർക്കാരിൽ പോകുന്നവർ പോലും 4-5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരികയാണ്. ഇതെല്ലാം കൊടുത്ത് മക്കത്ത് പോയി തിരിച്ചു വന്ന് ഹാജിയാർ പട്ടം കിട്ടാനാണോ? അല്ല, പടച്ച റബ്ബിന്റെ അടുത്തത് കബൂലായി കിട്ടണം. നമ്മുടെ കർമ്മങ്ങളിൽ അതുണ്ടാവണം. അത് സ്വീകരിക്കാനുള്ള നിബന്ധന എന്താണ്? ഈമാനുള്ള സത്യവിശ്വാസികളായ ആളുകളുടെ ഹജ്ജേ സ്വീകരിക്കുകയുള്ളൂ. സക്കാത്ത് എത്രയാണ് നമ്മൾ കൊടുത്തത് അത് സ്വീകരിക്കണം. പട്ടിണി കിടന്ന നോമ്പുകാലം കഴിഞ്ഞുപോയി, നോമ്പ് സ്വീകരിക്കണം. എന്താ നിബന്ധന? അവൻ മുഅ്മിനായി മാറിയിരിക്കണം. മുഅ്മിനീങ്ങളല്ലാത്തവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കൂല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാനില്ല, ഇന്ന ശറക്ത, നബിയെ നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ എല്ലാ അമലുകളും പൊളിക്കപ്പെടുന്നതാണ്. വലതകൂനന്ന
മിനൽ ഖാസിരീൻ. നബിയേ, നിങ്ങൾ പോലും നഷ്ടക്കാരിൽ പെട്ടുപോകും. പത്തനാപുരത്തെ ഈ പരിസരത്തെ അങ്ങാടിയിലെ സാധാരണക്കാരായ മനുഷ്യരോട് ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആയത്തല്ല, ഇതേതെങ്കിലും ഓഫീസിൽ നിന്ന് വന്ന ഒരു ലഘുലേഖയല്ല. അള്ളാന്റെ ഖുർആന പഠിപ്പിക്കുന്നത്. സൂറത്തുൽ അൻആം തുറന്നു നോക്ക്, 18 നബിമാരുടെ പേരെണ്ണി പറഞ്ഞിരിക്കുന്നു ഒറ്റ പേജില്. വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ കുല്ലും മിനസ് സാലിഹീൻ. ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. ഫൗലായികല്ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. അവരൊക്കെ അള്ളാന്റെ സന്മാർഗം സ്വീകരിച്ച നബിമാരാണ്. നിങ്ങൾ ആ മാർഗം പിൻപറ്റി ജീവിച്ചോളൂ. വലൗ അശ്റകൂ, ആ നബിമാരാരെങ്കിലും ശിർക്ക് ചെയ്തു പോയാൽ ലഹബത അൻഹും മാ കാനൂ യഅമലൂൻ, അവരുടെ അമലുകൾ തകർത്തു പോകും, നിഷ്ഫലമാകും. നമ്മളെ വാക്കല്ല, അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വമാണ്. ആരെങ്കിലും ജീവിതത്തിൽ വിശ്വാസം ശരിപ്പെടാതെ പോയാൽ, ഈമാൻ ശരിപ്പെടാതെ പോയാൽ അയാൾക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയൂല. അന്ധവിശ്വാസങ്ങളുടെ വേലിക്കെട്ടുകൾ, അല്ലാഹുവല്ലാത്തവനോട് പ്രാർത്ഥിക്കും, അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടിക്കൊണ്ടിരിക്കും. മരണപ്പെട്ടു പോയ മക്ബറകളിൽ പോയി കരഞ്ഞുകൊണ്ട് ഖബറാളിയോട് തേടിക്കൊണ്ടിരിക്കും. ഖബറിന്റെ അടുത്ത് ഉത്സവങ്ങളും ഉറൂസുകളും നടത്തിക്കൊണ്ടിരിക്കും. പ്രതിസന്ധികൾ തീരാൻ ഏലസിലും ചരടുകളിലും മൈക്കല്ലിലും അഭയം പ്രാപിക്കും. വീടുകളിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുത്തുബിയത്ത് ചൊല്ലി 1000 തവണ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി. മരണപ്പെട്ടു പോയ ബഗ്ദാദിലെ മുഹയ്യദ്ദീൻ ശൈഖിനെ 1000 തവണ വീട്ടിൽ വിളിച്ചു വരുത്താൻ അവർക്ക് തോന്നൂല, ഒരു കുറ്റബോധവും അവർക്ക് തോന്നൂല. അവരുടെ ഈമാൻ അവർ പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ അടിസ്ഥാന തത്വം അള്ളാനെ ആരാധിക്കാനാണ്. എല്ലാ നബിമാരും അവരുടെ നാട്ടിൽ ചെന്ന് ജനങ്ങളോട് സംസാരിച്ചത് എന്തായിരുന്നു? യാ ഖൗമി, ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്കില്ല. ഇത് നബിമാര് പോയി പഠിപ്പിച്ച മെസ്സേജാണ്. ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുണ്ട്? എത്ര പേർക്ക് ഇത് പറയാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് ഇത് കേൾക്കാൻ താല്പര്യമുണ്ട്? ഇതിന്റെ പ്രത്യേകതയാണ്. അവസാന കാലം വരുമ്പോ ഇത്തരത്തിലുള്ള ദീനിയായ കാര്യങ്ങളിൽ അറിവില്ലായ്മ വ്യാപിക്കും, വിവരമില്ലായ്മ വ്യാപിക്കും. അറിവുള്ള ആളുകളെ ജാഹിലാക്കി മുദ്രകുത്തും, വിവരമില്ലാത്തവരെ നേതാക്കന്മാരായി ചാപ്പകുത്തുന്ന ഒരു കാലം വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരിക. വിശ്വാസികളെ, നമ്മുടെ കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന അള്ളാഹുവിൽ ശരിയായ വിശ്വാസം സ്വീകരിക്കുന്നവരാകണം. നമ്മുടെ ഏതേത് കർമ്മങ്ങളും നമ്മുടെ ആരാധനകളെല്ലാം പടച്ച റബ്ബ് കബൂലാക്കണമെങ്കിൽ അള്ളാഹ് നിശ്ചയിച്ച വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ഒരു ഇബാദത്തും വേറെ ഒരാൾ കൊടുക്കാൻ പറ്റൂല. ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനമാണ് പ്രാർത്ഥന എന്നത്. ഇബാദത്തിന്റെ മറ്റൊന്നാണ് ബലികർമ്മം എന്നത്. ഇബാദത്തിൽപ്പെട്ട മറ്റൊന്നാണ് സത്യം ചെയ്യുക എന്നത്. ഇബാദത്തിന്റെ മറ്റൊരു തലമാണ് നേർച്ച ചെയ്യുക എന്നത്. ഇങ്ങനെ ഏത് കാര്യമെടുത്താലും ഇബാദത്തായി വരുന്നതെല്ലാം അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. അതാണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നബിയേ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുക, അത് ഇബാദത്താണ്. ഫസല്ലി, നമസ്കരിക്കുക, ലിറബ്ബിക, താങ്കളുടെ റബ്ബിന് വേണ്ടി. അടുത്തത് വൻഹർ, നബിയേ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ബലിയറുക്കുക. സൃഷ്ടികളുടെ തൃപ്തി കിട്ടാൻ ബലിയറുക്കരുത്, സൃഷ്ടികളുടെ ശഫാഅത്ത് കിട്ടാൻ ബലിയറുക്കരുത്, സൃഷ്ടികളുടെ മഹാന്മാരുടെ, മനുഷ്യരുടെ, അമ്പിയാക്കന്മാരുടെ, പ്രിയപ്പെട്ടവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി
നിങ്ങൾ ബലിയെറുക്കരുത്. അള്ളാന്റെ പൊരുത്തവും തൃപ്തിക്കും വേണ്ടിയാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ കാര്യം എടുത്തൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹു തആലയുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ദുആ ഇബാദത്താണെന്ന് പഠിപ്പിച്ചിട്ട് നബി ഓതിയതേതാ? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മുടെ പ്രാർത്ഥനകൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ എത്ര തവണയാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളത്? നമ്മുടെ ദുആകൾ, നമ്മുടെ ഇസ്തിഗാസകൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എവിടേക്കാണ് അവസാനം എത്തേണ്ടത്? അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു മഹാനെ എനിക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, പിന്നെ ഇങ്ങനെയാണ് ഒരാൾ മരിച്ചാൽ അയാളോട് പ്രാർത്ഥിക്കാൻ പറ്റുക? ലോകത്ത് വന്ന നബിമാരൊക്കെ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചത്. ആ നബിമാര് മരിച്ചാൽ എങ്ങനെയാണ് നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ? ഉസൈർ നബിനോട് പ്രാർത്ഥിക്കുന്ന ജൂതന്മാരുണ്ട്, ഈസാ നബിനോട് പ്രാർത്ഥിക്കുന്ന നസ്രാനികളുണ്ട്. നമ്മൾ എന്താ അവരെ പറ്റി പറഞ്ഞത്? വലദ്ദാല്ലീൻ, പിഴച്ചവരാണ്. ഈസാ നബിയെ, ഇബ്രാഹിം നബിയെ, ഉസൈർ നബിയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചവരെ പറ്റി നമ്മൾ പറയും അവർ ചില വഴികേടിലായവരാണ്. പിന്നെ അവരെക്കാൾ താഴെയുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖിനെ, CM മടവൂരിനെ, റിഫായി ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നല്ലവരായി മാറുന്നത് എങ്ങനെയാണ്? നമ്മൾ കുറച്ചൊക്കെ ചിന്തിച്ചാൽ മതി. ഒന്ന് കേട്ടിട്ട് ഒന്ന് വീട്ടിൽ പോയി ഇരുന്നിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് സുന്നി അവിടെ കിടക്കട്ടെ, മുജാഹിദൊക്കെ അവിടെ കിടക്കട്ടെ, എൻ്റെ ദീൻ, എൻ്റെ പടച്ചോന, എൻ്റെ സ്വർഗം, എൻ്റെ നരകം, എൻ്റെ ഖബർ, എൻ്റെ ബർസഖ് എന്ന് വെച്ചാൽ അവനവനൊന്നിരുന്ന് ആലോചിക്കും. ലോകത്ത് വന്ന അമ്പിയാക്കന്മാര് നമ്മൾ പഠിപ്പിച്ച സന്ദേശം അതായിരുന്നു. ഞങ്ങളെല്ലാം റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു നബിമാര്. നമ്മളെ നാട്ടിലൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ വാദമാണെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചവര് പോലുണ്ട്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ ഒരു KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്. അത് ആടിപ്പാടി എത്തിയാ എത്തി, കിട്ടിയാ കിട്ടി. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ബെൻസ് കാറിൽ പോണ പോലെയാണ്, അത് വേഗത്തിൽ അവിടെ എത്തും. ആരാതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഭയങ്കര ഇൽമുണ്ട് എന്ന് പറയുന്ന ബിരുദങ്ങളൊക്കെ ഉള്ള മനുഷ്യന്മാരാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാർ വിചാരിച്ചു നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മക്ബറിന്റെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞ് ആ ഷെയ്ഖിന്റെ കുരുത്തും പൊരുത്തും ബർക്കത്തൊക്കെ കിട്ടി, എന്നിട്ട് അത് നേരെ അങ്ങോട്ട് പടച്ചോനക്ക് എത്തുമ്പോഴേ ശരിയാകുള്ളൂ. ഈ സന്ദേശം വന്നപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടപെട്ടു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു പുസ്തകം വായിക്കേണ്ട, വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹ് എന്ന് പറയുന്ന അധ്യായം ഒന്ന് വായിച്ചു നോക്ക്. നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ മഹാന്മാരായ വദ്, സുവാഅ്, യഗൂത്ത്, യഊഖ്, നസ്ർ ഇവരെ വിളിച്ചാരാധിക്കും, പ്രാർത്ഥിക്കും. ഇവരോടായിക്കൊണ്ട് സങ്കടങ്ങളെല്ലാം പറയുന്ന കാലം വന്നു. നമ്മൾ നേരിട്ട് പറയാൻ പറ്റൂല, നമ്മൾ മഹാന്മാരോടൊക്കെ ചോദിക്കണം. നൂഹ് നബി അലൈഹിസ്സലാം അന്ന് തൗഹീദ് സംസാരിച്ചു. അവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് രാത്രി പറയും, പകല് പറയും, ഉച്ചത്തിൽ പറയും, ശബ്ദം കുറച്ചു പറയും. കിട്ടുന്ന വേളയിലെല്ലാം 950 കൊല്ലം പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ, അള്ളാഹ് പാപങ്ങളെല്ലാം പുറത്തു തരും. അപ്പൊ നാട്ടിലത്തെ ആൾക്കാർ പറയും, നിങ്ങൾ എന്തിനാ നൂഹ് പലതും പറഞ്ഞോട്ടെ, നൂഹ് അങ്ങനെ പറഞ്ഞോട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ മഹാന്മാരെ വിടണ്ട, അവരോട് പ്രാർത്ഥിച്ചോളൂ. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാ വലാ യഗൂസ വയഊഖ വനസ്റാ. നമ്മൾ ഏതിന്റെ കൂടെ നിൽക്കണമെന്ന് ആലോചിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണോ? നൂഹ് നബി അലൈഹിസ്സലാം നൂഹ് നബിനെ എതിർത്തിരുന്ന ആളുകളുടെ കൂടെയാണോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ ഓരോ അമ്പിയാക്കന്മാരുടെയും ചരിത്രത്തിൽ ഇങ്ങനെ പോന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന നിലപാട് എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എത്ര വഴി ദൂരം സഞ്ചരിച്ചു പോയിട്ടുണ്ട്? ഞാൻ വിശ്വസിച്ച, ഞാൻ കൊണ്ട് നടക്കുന്ന ആദർശാനുഷ്ഠാനങ്ങൾ എൻ്റെ സ്വർഗം കിട്ടാനുള്ള വഴിയാണോ എന്ന് പഠിക്കാൻ, ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംസാരം. ഇൻഷാ അല്ലാഹ് ഇത് പൂർണ്ണമായി കേൾക്കാൻ നിങ്ങൾ എല്ലാവരും തിരിച്ചു വരണം. നമസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ തിരിച്ചു വരാൻ വേണ്ടി ഓർപ്പെടുത്തുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.